മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി സംഘഗാനം. ധനവകുപ്പിലെ ചിത്രസേനൻ എന്നയാളാണ് പാട്ടെഴുതിയത്. പാട്ടിൽ ഫീനിക്സ് പക്ഷിയായാണ് പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി മെഗാ തിരുവാതിര നടത്തിയത് വലിയ വിവാദമായിരുന്നു. KR സാജു ചേരുന്നു. സാജു, കാരണഭൂതന് ശേഷം വീണ്ടും മുഖ്യമന്ത്രിക്ക് സ്തുതി പാടുകയാണോ? ആരാണ് സ്തുതിക്കുന്നത്? എന്താണ് പരിപാടി? കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഈ ചടങ്ങിൽ വനിതകൾ അടങ്ങുന്ന ഒരു സംഘം ആലപിക്കാനായി തയ്യാറാക്കിയിരിക്കുന്ന പാട്ടാണിത്. ഇത് സെക്രട്ടേറിയറ്റിലെ ഏതാണ്ട് 100ഓളം വനിതാ ജീവനക്കാരായിരിക്കും നാളെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇത് പാടുക. ഇത് ധനവകുപ്പിലെ ചിത്രസേനൻ എന്ന ഉദ്യോഗസ്ഥനാണ് ഈ പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് ഈണം നൽകിയിരിക്കുന്നത് ബിമലാണ്. നമുക്കറിയാം, 3 വർഷം മുമ്പ് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം പാറശാലയിൽ നടക്കുന്ന സമയത്ത് മെഗാ തിരുവാതിര പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് നടത്തിയിരുന്നു. അന്നത് ഏറെ വിവാദമായിരുന്നു. സമാനമായ രീതിയിലുള്ള ഒരു പുകഴ്ത്തൽ അടങ്ങിയ പാട്ടാണ് ഇപ്പോൾ നാളെ അവതരിപ്പിക്കാനായി തയ്യാറാക്കിയിരിക്കുന്നത്. ചെമ്പടക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഇതിനകത്ത് സമരധീര സാരഥി പിണറായി വിജയൻ പാട്ടൊന്ന് കേട്ടിട്ട് വരാം. വിപ്ലവത്തിൻ പാതയിൽ ജയിലറകൾ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീരസാരഥി സമരധീര 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 സാരഥി പിണറായി വിജയൻ. മർദ്ദനങ്ങളേറ്റിടുമ്പോഴും പല തുനിച്ചിടാതെ നീ കാക്കിയിട്ട കോമരങ്ങളെ ധീരനായി മറികടന്നതും സഭയിലേക്കു വന്നതും. KR സാജു വീണ്ടും ചേരുന്നു. സാജു, കാരണഭൂതൻ പോലെ സ്വാഭാവികമായിട്ടും ഈ ഫീനിക്സ് പക്ഷിയും വലിയ വിവാദം ഉണ്ടാക്കുമെന്നൊക്കെ പാർട്ടിക്ക് എന്തായാലും അറിയാം. ഈ പറയുന്ന വ്യക്തിപൂജയൊന്നും പ്രോത്സാഹിപ്പിക്കാത്തൊരു പാർട്ടി സമ്മേളനകാലത്ത് ഇത്തരത്തിലുള്ള പരിപാടികളിലേക്കൊക്കെ കടക്കുന്നത് എത്ര വലിയ തിരിച്ചടിയാവുന്നില്ല? വ്യക്തിപൂജ പാർട്ടി പ്രോത്സാഹിപ്പിക്കാറില്ലെങ്കിലും ഇത്തരം ഗാനങ്ങൾ അടുത്തിടെയായി ഇറങ്ങുന്നത് ഉണ്ട്. ഇതിനു മുമ്പ് CM-നെ കുറിച്ച് അത്തരത്തിൽ ഒരു പാട്ട് വേറെയും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംഘടനയാണ്. സ്വാഭാവികമായും അതിനകത്ത് വേണമെങ്കിൽ പറയാം അത് പാർട്ടിക്ക് നേരിട്ട് ബന്ധമില്ല, അത് ജീവനക്കാരുടെ രീതിയാണ് എന്നൊക്കെ പറഞ്ഞു ഒഴിയാനൊക്കെ കഴിയും. ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഇത്. ഇതിനകത്ത് തന്നെ ഇപ്പോൾ 2 ചേരി സ്വാഭാവികമായുണ്ട്. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ തന്നെ പിന്തുണയുള്ള P ഹണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് ഈ പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ അതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്നുണ്ട് ഈ പാട്ടിനകത്ത്. അതിന് വ്യക്തിപൂജയുടെ രീതിശാസ്ത്രങ്ങൾ അതിനകത്തുണ്ട് എന്ന് ആരെങ്കിലും വിമർശിച്ചാൽ അവരെ തെറ്റു പറയാനും കഴിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ P ജയരാജൻ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം വ്യക്തിപൂജ വിവാദം അദ്ദേഹത്തിന് നേരെ ഏറെ ഉയർന്ന ഘട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായി സമാനമായ അവസ്ഥയിലേക്ക് ഉള്ള ഒരു വാഴ്ത്തുപാട്ടായി തന്നെ ഇത് മാറുകയാണ്. കാരണഭൂതന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇപ്പോൾ വിവാദമായ പശ്ചാത്തലത്തിൽ നാളെ ഇത് അവതരിപ്പിക്കുമോ എന്നതടക്കം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം CPM നേതൃത്വം ഏതു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തും എന്നൊന്നും അറിയില്ല. ഏതായാലും ഇതിനുള്ള റിഹേഴ്സൽ അടക്കം പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ നേതൃത്വത്തിലുള്ളവരുമായി സംസാരിച്ചിരുന്നു. സംഘടനയുടെ അവരെല്ലാവരും ഇത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ ഏതാണ്ട് പൂർണ്ണ രൂപവും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതും വേണമെങ്കിൽ നമുക്ക് കേൾപ്പിക്കാൻ കഴിയുന്നതുമാണ്. ഏതായാലും ഇത് പാട്ട് പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് സമരധീര സാരഥി പിണറായി വിജയൻ പടയുടെ മുമ്പിൽ പടനായകൻ എന്ന നിലയിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. മതതീവ്രവാദികൾ തച്ചുടച്ചു നീങ്ങവേ പിന്തിരിഞ്ഞ് നോക്കിയിടാം മുന്നിലേക്ക് പോകുകയും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും എടുത്ത് പുകഴ്ത്തി പാടിപ്പോകുന്ന രീതിയാണ്. ഞാനിത് വായിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും അത് പാടാൻ ഉദ്ദേശിക്കുന്നില്ല.
പക്ഷേ ഏറ്റവും രസകരമായ പക്ഷേ ഇത് കാര്യം ഈ എന്ന് പിണറായി പറഞ്ഞാൽ, വിജയൻ നാടിന്റെ ഇതിനു അജയിലും മുമ്പും വിവാദമുണ്ടായത് കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ അതിലേക്കൊന്നും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഹണി പ്ലാൻ ചെയ്തതുപോലെ അത് നാട് കേൾക്കും എന്നുള്ളതാണ്. VS-നെയൊക്കെ ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ തളർത്തിയ വിഭാഗമാണ് പിണറായി വിഭാഗം. അവരാണ് ഈ പാട്ടും കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അതിലെ ഒരു മറ്റൊരു കൗതുകം. നമുക്ക് ആ പാട്ടൊന്നുകൂടെ കേൾക്കട്ടെ സാജു. സലാം ലാൽ സലാം ലാൽ സലാം ലാൽ സലാം വിപ്ലവത്തിൻ പാതയിൽ ജയിലറകൾ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീര സാരഥി സാരഥീര സാരഥീര സമരധീര സാരഥി വീണവായ ദിശയിൽ മർദ്ദനങ്ങളേറ്റിടുമ്പോഴും പല തുനിച്ചിടാതെ നീ കാക്കിയിട്ട കോമരങ്ങളെ ധീരനായി മറികടന്നതും ആയിരം പേരവസ്ഥയെ തച്ചുടച്ച ദേഹവും ശോണവസ്ത്രധാരിയാ